ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ-റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive our sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om yonda pravishya mama vajamimam prasuptam sanjeevayatya shakti dharaswadhamna anyam sahastaccharanashravanatvagadin പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ ഹലോ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം മതങ്ങളൊക്കെ അപ്രസക്തമാകണമെന്ന് കരുതുകയും അതിന് വേണ്ടുന്ന കരുക്കൾ നീക്കുകയും അതിനുവേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും അവരിലെ ഏറ്റവും തിരസ്കരിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ ഏറ്റവും വികൃതവുമായ മുഖങ്ങളെ സമൂഹത്തിൽ പരിചയപ്പെടുത്തി അതിൻ്റെ തന്നെ ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന, ഇതിൻ്റെ ഒന്നും ആളുകളായി ഞങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല എന്നൊക്കെ പറയിപ്പിക്കുകയും നമ്മുടെ കുഞ്ഞുമക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിനുവേണ്ടി ഫേസ്ബുക്കും വാട്സപ്പും എന്ന് വേണ്ട എല്ലാ സോഷ്യൽ മാധ്യമങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇവിടെയാണ് എന്നെപ്പോലുള്ള ആളുകളൊക്കെ എത്ര വിഷമം സഹിച്ചാലും കിട്ടുന്ന വേദികളിലൊക്കെ അതാരുണ്ടാക്കിയ വേദി എന്ന് നോക്കാതെ, വേദി ഏതാണെന്ന് നോക്കാതെ, അതുമായി അനുബന്ധമായ ചില സംസാരങ്ങൾ കൊണ്ട് കുറച്ചെങ്കിലും നമ്മുടെയൊക്കെ ദീനിനെ, ധർമ്മത്തിനെ അത് പുനഃസ്ഥാപിക്കപ്പെടുന്നുവെങ്കിൽ അതൊരു ഗുണമാകുമെന്ന് കരുതി ഓടി വരാൻ കാരണം. ഈ ദിവസങ്ങളിൽ വേണമെങ്കിൽ ഇതൊക്കെ മാറ്റിവെക്കായിരുന്നു. കാരണം കഴിഞ്ഞ 1-ാം തീയതി, ഈ വർഷം 1-ാം തീയതി ഒരു ചെറിയ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കാല് നല്ലോണം ചതഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇന്നലെ മുതലാണ് ഇങ്ങനെ ചവിട്ടി നടക്കാനൊക്കെ തുടങ്ങിയത്. ഇവിടെ വരുന്നവരെ കെട്ടുണ്ടായിരുന്നു. കാറിലിരുന്നപ്പോൾ ഞാൻ കുറച്ച് മരുന്ന് പുരട്ടി, അപ്പോൾ നന്നായി പൊള്ളുന്നുണ്ട്. അപ്പോൾ ആ കെട്ടങ്ങോട്ട് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തിനത്ര ബുദ്ധിമുട്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം മതനിരാസത്തിനെതിരെ, മതത്തിനെ അപ്രസക്തമാക്കുന്നതിനെതിരെ ഇനിയും ഓരോ മതങ്ങളും പ്രത്യേകിച്ചൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. അവരൊരു കൺഫ്യൂഷനിലാണ് ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നതും. ഇവിടെയാണ് ഞാനിതെൻ്റെ ഒരു നിയോഗമാക്കി ഏറ്റെടുക്കുന്നത്. സർവ്വമതങ്ങളും അതിൻ്റെ സൗകുമാര്യത്തോടുകൂടി, അതിൻ്റെ നന്മയോടുകൂടി, ഓരോ മതങ്ങളും വ്യത്യസ്തമാണ്. ഞാൻ ഒരു വേദിയിലും എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറഞ്ഞിട്ടില്ല, പറയാൻ പാടില്ല. അങ്ങനെ എല്ലാ മതവും ഒന്ന് അൽക്കുൽത്താക്കി കവകുവയാക്കുന്ന പരിപാടിയില്ല. ഓരോ മതത്തിനും അതിൻ്റേതായ നന്മകൾ, അതിൻ്റേതായ വ്യത്യാസങ്ങൾ, അതിൻ്റേതായ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അത് ഉണ്ടാവണം. നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങുന്ന കുട്ടികൾ വെറും കെമിസ്ട്രി പഠിച്ചാൽ മതി പറഞ്ഞാൽ വല്ലതും നടക്കുമോ? അല്ലെങ്കിൽ BA ഫിലോസഫി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചാൽ മതി, സൈക്കോളജി പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വിവിധങ്ങളായ കോഴ്സുകൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം. എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ, ദൈവത്തിൻ്റെ രീതിയിൽ ദൈവം ഒന്നേ ഉള്ളൂ എങ്കിൽ, മതവും ഒന്നേ ഉള്ളൂ എങ്കിലും ആ മതത്തിൻ്റെ പ്രകടനങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോ നബിമാരിലൂടെ, ഓരോ ഗുരുക്കന്മാരിലൂടെ അതാത് കാലഘട്ടങ്ങളിൽ പല രീതിയിൽ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 1,24,000
പ്രവാചകന്മാരൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അതിൽ നമുക്ക് പേരെടുത്ത് അലൈഹിസ്സലാം എന്നൊക്കെ പറയാൻ കഴിയുന്നവരുടെ എണ്ണം ഒരു 10, 23, 24 മാക്സിമം പോയാലുള്ളൂ. അതിൽ തന്നെ ചിലവരുടെ ഒന്നും പേര് പരാമർശിച്ചിട്ടില്ല ഖുറാനിൽ. സൂറത്തുൽ കാഫിലൊക്കെ ഹിദർ നബിയെക്കുറിച്ചൊക്കെയുള്ള വൃത്താന്തമുണ്ട്, പക്ഷെ ആ പേര് പോലും ഇവിടെ ഹിദറാണെന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു പിരാന്തനായിട്ടുള്ള ഒരാളെടുത്തേക്ക് നമ്മുടെ മൂസ നബി അലൈഹി സ്വലാമിനെ നേരിട്ട് പഠിക്കാൻ വേണ്ടി അള്ളാഹു വിടുന്ന ഒരു സന്ദർഭം നമ്മളവിടെ കാണുന്നുണ്ട്. അവസാനം നീ അവൻ്റെ അടുത്ത് പോയി കുറച്ച് പഠിക്കണം. അങ്ങനെ അവിടെ ചെല്ലുകയും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും മൂസ നബി അലൈഹി സ്വലാം അവിടെ പോവുകയും അദ്ദേഹത്തിൻ്റെ 3 പ്രവർത്തികളോടുകൂടി രണ്ടാക്കും മടുത്ത് ഒരാളെ ഓടിച്ചു വിടുന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടെയും ഹിദറിൻ്റെ പേരവിടെ പറയുന്നില്ല. ഹിദർ നബി എന്നൊക്കെ പറയുന്ന അവരുടെ പേരവിടെ പറയുന്നില്ല. അപ്പോൾ പേര് പറഞ്ഞതും പറയാത്തതും ഒക്കെ വെച്ച് നോക്കിയാൽ ഒരു 10-24 പേരുടെ പേര് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ വൈജാത്യത്തോടു കൂടി ഇതൊക്കെ നിലനിൽക്കട്ടെ. നിലനിൽക്കുമ്പോഴും മതമൊന്നാകണം, ദൈവവും ഒന്നാകണം. ഒന്നേ ഉള്ളൂ എങ്കിൽ ദൈവത്തിൻ്റെ യൂണിവേഴ്സിറ്റി ഒന്നാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്നാണെങ്കിൽ, ദൈവത്തിൻ്റെ ധർമ്മം ഒന്നാണ്. പക്ഷെ പല മാർഗങ്ങളിലൂടെ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അതിനെ നിലനിർത്താൻ നമുക്കൊക്കെ ബാധ്യസ്ഥരാണ്. നമ്മുടെ അച്ഛന്മാർ വഴിയോ അമ്മമാർ വഴിയോ കിട്ടിയ ആ ധർമ്മത്തിനെ, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചെടുത്ത ധർമ്മത്തിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിപാലിച്ചു കൊണ്ടുപോകണം. ഇതൊന്നും മനസ്സിലാകാതെ മതത്തെ അപ്രസക്തമാക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടത്. ഇല്ല എങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നാളെ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കും, മതത്തെ ഇല്ലാതെയാക്കാൻ മൂന്ന് രീതികളാണ് നമ്മുടെ ആളുകൾ, നമുക്കെതിരെ നിൽക്കുന്ന ആളുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യമായി സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആഗോളതലത്തിൽ തന്നെ മതങ്ങളെ, പ്രത്യേകിച്ച് ഇസ്ലാമിൽ തുടങ്ങി ഈ മതം അപ്രസക്തമാണെന്ന് ഓരോ നാവിനെ കൊണ്ടും പറയിപ്പിക്കുക എന്നത് ഒരു അജണ്ടയാണ്. ഇതറിഞ്ഞതിന് ശേഷമാണ് ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് ശബ്ദിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അജണ്ടയുണ്ടെന്നൊക്കെ പറയാനെങ്കിലും നമുക്കൊക്കെ കഴിഞ്ഞത് കൃത്യമായ തെളിവും കൃത്യമായ അജണ്ട എന്താണെന്നും മനസ്സിലായതുകൊണ്ടാണ്. ആദ്യം ഇസ്ലാമിനെ ഇല്ലാതെയാക്കണം, കാരണം അതാണല്ലോ ഏറ്റവും പുതിയതായി വന്ന ഒരു സംവിധാനം. അതിനുശേഷം സ്വാഭാവികമായും മുല്ലപ്പെരിയാറിൻ്റെ പുറം അങ്ങോട്ട് തകർന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ അങ്ങോട്ടല്ലേ ബാക്കി മതങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളും. പിന്നെ അതിന് തള്ളാനൊന്നും വേറെ നിൽക്കണ്ട. കുറച്ചുകൂടി കെട്ടുറപ്പുള്ളതും കുറച്ചുകൂടി നിയമത്തിൻ്റെ എല്ലാ കാര്യത്തിനും നിയമങ്ങളുള്ളതായ മതമാണ് ഇസ്ലാം. എങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കണമെന്നതിന് മാതൃകയുണ്ട്. നിങ്ങൾ കിടക്കണില്ല എനിക്കറിയില്ല, പക്ഷെ അതിനൊരു മാതൃക ഉണ്ട്. റസൂലുള്ളാഹിയുടെ മാതൃകയാണ്. ഏത് വശത്തേക്ക് തുപ്പണം, കക്കൂസിൽ പോകുമ്പോൾ എന്ത് ചൊല്ലണം, അവിടുന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം, എന്താണ് സ്മരിക്കേണ്ടത്, എങ്ങനെയാണ് അംഗശുദ്ധി വരുത്തേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്, ഉപവസിക്കേണ്ടത് എന്ന് തുടങ്ങി എല്ലാത്തിനും നിയമങ്ങളുള്ള വളരെ സുശക്തമായ ഫങ്ഷനിങ് ആയി പോകുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫങ്ഷനാലിറ്റിയും ഫങ്ഷനും കാണുമ്പോഴാണ് പല ആളുകൾക്കും ഹാലിളകുന്നത്. ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തുരങ്കം വെക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ തുരങ്കം വെച്ച് ഇത് അപ്രസക്തമാണെന്ന് തെളിയിക്കണം. അതിപ്പോൾ ഇസ്ലാമിന് മാത്രമല്ല, ഇസ്ലാമിനെ അങ്ങോട്ട് ഇത്രയും ഫങ്ഷനാലിറ്റിയുള്ള ഇസ്ലാമിനെ തളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഇത്രയും സുശക്തമല്ലാതിരിക്കുന്ന മറ്റു മതങ്ങൾ സ്വാഭാവികമായും ഇല്ലാതെയാകും. അതാണ് ഒരു അജണ്ട. ഇതിനു വേണ്ടി നമ്മുടെയൊക്കെ ഇത് സംവിധാനം ചെയ്ത 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഇനിയൊരു 3-ാം ലോക മഹായുദ്ധവും ഒക്കെ വരുന്നുണ്ട്. അത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമോ എന്നുള്ളത് മിഞ്ഞാന്നറ്റല്ലേ ട്രംപ് പറഞ്ഞത്. ട്രംപ് പറഞ്ഞു 3-ാം ലോക മഹായുദ്ധം ഇല്ലാതെയാക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മിക്കവാറും വരും അല്ലേ? അങ്ങനെയല്ലേ പറയാ? ഇപ്പോൾ ഇവിടെ ഒരു അടി നടക്കാതെ ഞങ്ങൾ കമ്മിറ്റിക്കാർ നോക്കും പറഞ്ഞാൽ എന്താ? മിക്കവാറും അടി ഉണ്ടാകുന്ന സാധ്യതയുള്ളൊരു സ്ഥലമാണെന്നല്ല എന്ന് പറഞ്ഞ ട്രംപിൻ്റെ 1-ാമത്തെ പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഞാൻ കേട്ടത്. അതിനെ പുടിൻ, നമ്മുടെ റഷ്യൻ പ്രസിഡന്റ്, പിന്താങ്ങി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊപ്പം ഞങ്ങളും ഉണ്ട്, ഞങ്ങളും ഇല്ലാണ്ട് നോക്കാം. അപ്പം ആരാ ഇത് ഉണ്ടാക്കാൻ തുടങ്ങണത്? അപ്പോൾ 3-ാം ലോക മഹായുദ്ധവും ഇവിടെ പ്രവചിച്ചു വെച്ചിരിക്കുക. ഈ ലോകമഹായുദ്ധം കൂടി അങ്ങോട്ട് കഴിയുന്നതോടുകൂടി മതങ്ങൾ ഇനി ഇവിടെ വേണ്ട. ഒരു 25 വർഷം കൂടി നമുക്ക് മതങ്ങൾക്ക് ആയുസ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ.
ഒരു 25 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ ഇന്ന് ജനിച്ച കുട്ടി 25 വർഷം കഴിഞ്ഞ ഓൻ്റെ വയസ്സ് എത്രയാ? 25 വയസ്സ്. ഓന് കുട്ടിയാവാനുള്ള സമയമായി. അത്രയേ ഉള്ളൂ. ഓൻ്റെ കുട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ മതം കൊണ്ടെടുക്കണവരുണ്ടാവില്ല എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എങ്ങനെയുണ്ട് അജണ്ട? നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്കിതിനെ പ്രതിരോധിക്കാൻ അറിയില്ല. ഇസ്ലാമിനെന്നല്ല, ഹിന്ദുയിസത്തിനോ ക്രിസ്ത്യാനിറ്റിക്കോ ഒന്നും ഇതിനെ പ്രതിരോധിക്കാൻ അറിയില്ല. കാരണം 3 രീതിയിലാണ് മതങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ യുക്തിവാദവും ലിബറലിസവും നിരീശ്വരവാദവും മതത്തിനും ദൈവത്തിനും ഒക്കെ എതിരായി നിന്നുകൊണ്ട് മതവും ദൈവവും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരാണ്, അല്ലെങ്കിൽ ശരിയാവില്ല, നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ ഈ മതം സമ്മതിക്കൂല, കള്ളു കുടിച്ചും ഡ്രഗ് അടിച്ചും വേണ്ടാത്ത തോന്നിവാസങ്ങൾ ചെയ്തൊക്കെ നടക്കാൻ ഈ മതമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഉസ്താദ് പറഞ്ഞു കൊടുക്കും, സ്വാമി പറഞ്ഞു കൊടുക്കും, പള്ളിയിലച്ചൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓലെ പേടിച്ചിട്ടെങ്കിലും കുറേ കാലത്തെങ്കിലും കുട്ടികളിങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് നടക്കും. അത് വല്ലാത്തൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ നമ്മളെ കുട്ടികളെ 17, 18 വയസ്സിന് മുമ്പേ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ വരെ കിട്ടിയാൽ എത്ര മാർക്കറ്റാണത്. നിങ്ങളെല്ലാം കൂടി നശിപ്പിക്കുക ചെയ്യണം. ഈ മതക്കാരെല്ലാവരും കൂടി കുട്ടികളെ ഇതിൽ നിന്നൊക്കെ തടയുക. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ലിബറൽ ആളുകളെ കൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല, ഈ സ്വാതന്ത്ര്യത്തിനെതിരായ മതവും ദൈവവും ഒന്നും വേണ്ട എന്ന് പറയിപ്പിക്കലാണ് ഒന്ന്. അത് അവരവരുടെ ജോലി നന്നായി ചെയ്യുന്നു, അവർ ചെയ്യട്ടെ. നമുക്കതിനെതിരെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? നന്നായി നമ്മുടെ മതം കൃത്യമായി അതിൻ്റെ നന്മയോടുകൂടി അത് ആചരിക്കുന്നവനെ കാണുമ്പോൾ ആ നന്മയും സൗകുമാര്യവും ആ ശരീരത്തിലും മനസ്സിലും പ്രവൃത്തിയിലും ഉണ്ടായാൽ അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. അതാണ് അതിനുള്ള മറുപടി. ഇനി രണ്ടാമത് ആരെക്കൊണ്ടാ? ഒരു മതത്തിൻ്റെ ആളെ കൊണ്ട് അടുത്ത മതത്തിനെ ഇല്ലാണ്ടാക്കുക. ഹിന്ദു മതത്തിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കാനോ മറ്റ് 2 മതത്തിനെയും ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ക്ലബ് ഹൗസിലും മറ്റിടത്തൊക്കെ ഉള്ള പോഡ്കാസ്റ്റിലൊക്കെ ഇങ്ങനെയൊക്കെ മണിക്കൂറുകളാണ് ചർച്ച, മണിക്കൂറുകൾ. നമ്മളൊക്കെ കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോകും. അതായത് ഒരു മതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇങ്ങനെ മറ്റു മതത്തിലെ ഒരാളാണ് എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രമല്ല. ഇതുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ അവനാൻ്റെ മതത്തിലുള്ളവർക്ക് തന്നെ ഒരു ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളെ മതത്തിലുള്ള ഒരു ഇച്ഛാഭംഗമാണ് കൊടുക്കുന്നത്. ക്ലബ് ഹൗസിലെ ചർച്ചയിലൊക്കെ ചെയ്ത് ഞാനിതൊന്നൊക്കെ വിട്ടു എന്ന് പറഞ്ഞു പോകുന്ന കുട്ടികളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവിടെയൊക്കെ ഇങ്ങനെ വേറെ പേരൊക്കെ വെച്ചിട്ട് ഞാനൊരു IT കമ്പനിയൊക്കെ നടത്തിയ ഒരാളായതുകൊണ്ട് IT രീതിയിലൊക്കെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത ആളായതുകൊണ്ട് അതിനൊക്കെ മിടുക്കനാണ്. അതിലൊക്കെ പോയി കയറി ഇരുന്ന് ഞാനാണെന്ന് അറിയാതെ തന്നെ ഇതൊക്കെ കേൾക്കാറുണ്ട്. എന്തെല്ലാം രീതിയിലാണ് ഇതൊക്കെ. ഒരു മതത്തിൻ്റെ പുരോഹിതനെ കൊണ്ടാണ് അടുത്ത മതത്തിനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്, അല്ലാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണക്കാരുടെ തല്ലുകൂടലല്ല. അപ്പം അതും പൂർണ്ണമായി. അതിനുവേണ്ടി അവർ സത്യവാദമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടേത് സത്യമാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ, ഞങ്ങളുടേത് പഥ്യമാണെന്ന് പറയാൻ ശീലിപ്പിക്കണം. റസൂലുള്ളാഹിയുടെ കാലത്ത് ദീൻ പഥ്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. അത് നമ്മൾ പലപ്പോഴും അതിൻ്റെ ഡൈനാമിസം മറന്നു പോവുക. യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ദീൻ അവിടെ സ്ഥാപിച്ചപ്പോൾ അതൊരു പഥ്യമായ മാർഗം. എന്തേ പഥ്യം? സ്വീകാര്യമായത്, മറ്റുള്ളവർക്ക് ഗുണകരമായത് എന്നാണ് ഈ പഥ്യത്തിൻ്റെ അർത്ഥം. ഗുണകരമായത് കൊണ്ടാണ് ആളുകൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. ഗുണമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും നിൽക്കുമോ? ഇഹത്തിലും പരത്തിലും ഗുണകാംക്ഷയുള്ളതായത് കൊണ്ടാണ്. ആ ഗുണകാംക്ഷയ്ക്ക് പകരം ഇതാണോ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത്തരം രീതിയിലാണ് പലപ്പോഴും രണ്ടാമത്തെ രീതിയിൽ തമ്മിൽ തല്ലിക്കുക. മൂന്നാമത്തെ രീതിയോ, ഇനി ഒരേ മതത്തിൻ്റെ ഉള്ളിലെ അവാന്തര വിഭാഗങ്ങളെ വീണ്ടും വിഭജിക്കുക. ഇപ്പം കേരളത്തിൽ ഒരു കാലത്ത് സുന്നി സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ കത്തോലിക്ക സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. ഇതങ്ങോട്ട് വിഭജിച്ച്, അല്ലെങ്കിൽ മേജറായിട്ടുള്ള 1-2 അതങ്ങോട്ട് വിഭജിച്ചങ്ങോട്ട് ഒരു നാട്ടിൽ തന്നെ തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ 4-5 ഒരേ വിഭാഗത്തിൻ്റെ തന്നെ വിവിധ ഗ്രൂപ്പുകളുടെ പള്ളികൾ ഉണ്ടാക്കുക. എന്നിട്ട് ഓര് തമ്മിലിങ്ങനെ അടി കൂടണ കണ്ടിങ്ങനെ നഖമരച്ച് സന്തോഷിക്കുക. യാക്കോബ് ഓർത്തഡോക്സ് പ്രശ്നങ്ങൾക്ക് അറിയാം. ഇപ്പം കത്തോലിക്ക സഭയിൽ ഇതാ പ്രശ്നം. കുർബാന അങ്ങോട്ട് വേണോ, അങ്ങോട്ട് തിരിഞ്ഞു കാണോ, മുഖം കാണിക്കണോ, മുന്ന് കാണിക്കണോ, പിന്ന് കാണിക്കണോ, മുൻകാട്ടികളും പിൻകാട്ടികളും തമ്മിലാണ് പടി.
ഇതൊക്കെ നിസ്സാരം, എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ പോരെന്ന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് പകരം അച്ഛൻ മുന്നു കാട്ടി നിൽക്കണം, അതല്ല ഇമാം അങ്ങോട്ട് നിൽക്കണ പോലെ പിന്നു കാട്ടി നിന്നാൽ മതി എന്നൊരു കൂട്ടർ പാരമ്പര്യം പറഞ്ഞ് എല്ലാ മേഖലകളിലും. പിന്നെ ഹിന്ദുയിസത്തിനെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥയിൽ അങ്ങ് മുതൽ അങ്ങ് വരെ ഒരു 100 ചില്ലുവാനും ജാതിയാക്കി അങ്ങോട്ട് തിരിച്ചു വച്ചിരിക്കുക. ഒരുത്തനെ കണ്ടാൽ മിണ്ടൂല, തൊടാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഏഴകലത്ത് നിൽക്കാൻ പാടില്ല. എന്നിപ്പോൾ അതൊന്നും ജനാധിപത്യ രാജ്യത്ത് നടക്കാത്തതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലേക്കൊക്കെ ആക്കി നമ്മളൊക്കെ വിഭാഗീയതയുടെ ആളുകളായി മാറും. ഈ 3 രീതിയിലും നമ്മളെ തളർത്തുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചു തെളിയിക്കുന്നത് എന്ത്? നമ്മുടെ മതമൊക്കെ പ്രസക്തമാണ്. മതത്തിൻ്റെ പേരിൽ ചെയ്യേണ്ടത് കാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഇത്തരം അങ്ങാടികളിൽ എന്താണ് നമ്മൾ സംഘടിപ്പിച്ചത്? കാരുണ്യ പ്രവർത്തനത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഗുണകരമായ ഹൈറായിട്ടുള്ള നേരത്തെ പറഞ്ഞ പഥ്യം എന്നുള്ള വാക്കിനകത്ത് ഹൈറാണ് കേട്ടോ. ആ ഹൈറായിട്ടുള്ള സാധനങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ദൈവത്തിനും മതത്തിനും പോരിച്ചകളുണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിൻ്റെ സിലബസ് ഇതാണ്. ഇപ്പം ഈ 3 മതങ്ങളല്ല, 3 ഞാൻ ഇപ്പോൾ സാധാരണ 3 മതങ്ങളെ പറയല്. കാരണം ഇവിടെ ബുദ്ധമതക്കാരും ജൈന മതക്കാരും അല്ലെങ്കിൽ സിഖ് മതക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ക്ലാസ്സുകളൊന്നും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയാറില്ല. പക്ഷെ വെളിയിലൊക്കെ പോയി വിയന്ന പോലുള്ള UN പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അവിടെയൊക്കെ 5-6 മതങ്ങളെക്കുറിച്ച് അവിടെ പറയാറുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മതങ്ങളുടെ ഉദ്ദേശം, അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിനോട് ഒരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാകുക, ദൈവത്തെ മാത്രം ആരാധിക്കുക. എല്ലാ മതങ്ങളും ഇങ്ങനെയാണ് പോകുന്നത്. ഒരു മതവും പല ദൈവത്തെ ആരാധിക്കാനോ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കാനോ ദൈവമല്ലാത്തതിനെ ആരാധിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഹിന്ദു മതമാണ് ഏറ്റവും ആദ്യം ഉണ്ടായ മതം എന്ന് വെക്കുക. ആ മതത്തിലെ കൃത്യമായ വേദങ്ങളിലുള്ള ഒരു വാചകമാണ് ഏകം സത് അദ്വിപ്രാഹ ബഹുധാ വദന്തി. ഏകം സത്, സത്ത് ഏകമാണ്. ദ എസൻസ് ഹാസ് ടു ബി വൺ. അതിനെ ഏകമായിട്ട് തന്നെ കാണണം. അതാണ് തൗഫീഖ്. അതന്നെയാണ് ഹിന്ദുക്കളുടെയും ഇഖ്ലാസ് എന്ന് പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞ തന്നെയാണ്. അതുകൊണ്ട് മതങ്ങൾ തമ്മിൽ ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചോ ദൈവത്വത്തിൻ്റെ പാരമ്യത്തെക്കുറിച്ചോ പരമമാണ്. എല്ലാവരാലും ആശ്രയിക്കുന്നവനും ആരെയും ആശ്രയിക്കാത്തവനാണ്, നിരാശ്രയനാണ്, നിരാലംബൻ. അതുതന്നെയാണ് സമദ് എന്നുള്ള വാക്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ അതേ ഇഖ്ലാസ് തന്നെയാണ്, അതേ അർത്ഥം തന്നെയാണ് അജം നിർവികൽപ്പം നിരാകാരമേകം നിരാനന്ദമാനന്ദം അദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ എന്നുള്ള ഹിന്ദു ഇഖ്ലാസാണ്. ഇപ്പോൾ സൂറത്തുൽ ഇഖ്ലാസാണ് ഹിന്ദു രീതിയിൽ അല്ലെങ്കിൽ ശ്ലോകത്തിൽ പറഞ്ഞ അതതിൻ്റെ അർത്ഥം. അജം ജനിക്കപ്പെട്ടിട്ടില്ല, ദൈവം എവിടെയെങ്കിലും ജനിച്ചിക്കണോ? അതല്ലേ ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവൻ ജനിച്ചിട്ടുമില്ല, ആരും ജനിപ്പിച്ചിട്ടുമില്ല. ഏത് മക്കളായിട്ട് നമ്മളൊക്കെ അതിൻ്റെ സൃഷ്ടിയിലുണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊരു പുത്രനെയൊന്നും ജനിപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അജം നിർവികൽപ്പം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്ര ബൃഹദാണ് ദൈവം എന്നുള്ളതാണ്. നിരാകാരം, നിരാകാരനാണ്. ഏകം അഹദ്, അജം നിർവികൽപ്പം നിരാകാരമേകം. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പറഞ്ഞ ക്രമം മാറിയിട്ടുണ്ടെന്നല്ലാതെ പറഞ്ഞ എല്ലാ ക്വാളിറ്റികളും ഇതിലൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികൾക്കും ഇത് തന്നെയാണ്. സർവശക്തനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുർബാനയുടെ മധ്യത്തിലുള്ള സുനഹദോസ് അംഗീകരിച്ച, നിക്യ സുനഹദോസ് അംഗീകരിച്ച വിശ്വാസ പ്രമാണം അവർ ചൊല്ലുന്നത്. ഇതിലൊന്നും വ്യത്യാസങ്ങളില്ല. ഈ വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് നമ്മളതൊക്കെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്? അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഓൽക്കൊരു ദൈവം, ഞമ്മക്കൊരു ദൈവം, മറ്റവർക്കൊരു ദൈവം, ഞങ്ങൾക്ക് 16 ദൈവമുണ്ട്, നമുക്ക് 30 മുക്കോടി ദൈവമുണ്ട്, ഓൽക്കാണെങ്കിൽ ഒന്നേ ഉള്ളൂ, മറ്റവർക്ക് 3 ഉണ്ട്. ക്രിസ്ത്യാനികൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ദൈവം എന്നാണ് പറഞ്ഞു വെച്ച്.
ഇതൊക്കെ ആരൊക്കെയോ തെറ്റിദ്ധരിക്കും. നമ്മളാണെങ്കിൽ ഇത് നോക്കി പഠിക്കാനും പോകുന്നില്ല. ഒരു മതം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കൂലല്ലോ. അതാണല്ലോ അതിൻ്റെ മറ്റൊരു മേന്മ. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ദൈവത്തിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ഹൃദയത്തോടും സേവിക്കുക എന്നാണ് യേശു ക്രിസ്തു പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഹൂദൻ്റെ അതേ കൽപ്പന ആദം നബി അലൈഹിസ്സലാം മുതൽ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയെ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത അന്ന് മുതൽ കൊടുത്ത നിയമമാണ്, ആ സമയത്ത് കൊടുക്കുന്ന നിയമമാണ്. അതുതന്നെയാണ് യേശുവും തുടരാൻ കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ എവിടെയാണ് വ്യത്യാസം? ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വാചകം കൂട്ടിച്ചേർത്തു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവിടെയാണ് സർവ്വമതങ്ങളും ഈ രണ്ട് കാര്യത്തിലാണ് മത്സരിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. ദൈവത്തിന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനസ്സോടുകൂടി അങ്ങനെ നിസ്കരിക്കണം എന്നൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ, അല്ലേ? അലിയാരാണോ കാലുമ അമ്പ് കൊണ്ടതിന് ശേഷം ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വലിച്ചൂരാ മതി എന്ന് പറഞ്ഞത്? അലിയാണോ? അലിയാർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. കാരണം ആ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അമ്പല്ല ആന കുത്തിയാലും അറിയില്ല. അങ്ങനെ നിസ്കരിക്കണം എന്നാ. അല്ലാത്തവർക്ക് ശാപം എന്നാണ് അൽ മൗൻ സൂറത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആയത്തൊക്കെ ഉസ്താദ് ഓതി തരും. നമസ്കരിക്കുന്നവർക്ക് ശാപം എങ്ങനെ? ഈ അലിയാരൊക്കെ നിസ്കരിച്ച പോലെ നിസ്കരിച്ചാൽ തിരക്കടില്ല. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞേ, നിസ്കരിക്കാൻ നിൽക്കും. ഇന്നിപ്പോൾ ഞാനൊരു മീറ്റിങ്ങും കഴിഞ്ഞാൽ വരുന്നത്. ഞങ്ങളോട് ഇപ്പോൾ 9:30 ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ എൻ്റെ ഒരു സ്വഭാവമാണ്, ഒരു വടക്കേട്ട സ്വഭാവമാണ്. ഈ പറഞ്ഞ സമയത്തിനേക്കാളും 1 മിനിറ്റോ 2 മിനിറ്റെങ്കിലും മുമ്പിലെത്തും. അതെല്ലാവരും 1:45 ഒക്കെ കഴിഞ്ഞിട്ടാണ് വരികയെങ്കിൽ എൻ്റെ ഒരു സ്വഭാവമാണത്. അയാൾ 9:30 പറഞ്ഞു. ഞങ്ങൾ 9:30-ൻ്റെ 2 മിനിറ്റ് മുമ്പ് അവിടെ അയാൾ ഓഫീസിലുണ്ട്. അപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ മൂപ്പര് മറന്നിക്കണം എൻ്റെ മീറ്റിങ്. അപ്പം എന്നിട്ട് വന്നിട്ട് ഒരു സോറിയൊക്കെ പറഞ്ഞപ്പോൾ അയാൾ നല്ല ഈമാനുള്ളൊരു മനുഷ്യനാണ്, നല്ല കണ്ടാലൊരു ഈമാൻ ലുക്കുള്ള മനുഷ്യനാണ്. പക്ഷേ ഈമാൻ്റെ ലക്ഷണമാണ് കേട്ടോ പറഞ്ഞ വാക്ക് വലിക്കുക എന്നുള്ളത്. ഏതായാലും ഞാനൊന്നും വിധിക്കുകയല്ല, തമാശ പറഞ്ഞു. അയാൾ പറയാ, രാവിലെ ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഇതൊക്കെ ഓർക്കൽ. ഇന്ന് എന്തോ ഞാനവിടെ ഓർത്തിലാണ് എന്നാലോചിച്ച് നോക്കി. അപ്പം അത് കബൂലായോ ഇന്നത്തെ നിസ്കാരം അറിയില്ല. മൂപ്പര് സ്ഥിരമായിട്ട് ഓർമ്മ വരുന്ന സമയം രാവിലെ സുബൈ നിസ്കരിക്കുമ്പോഴാണ്. എന്നിട്ട് പറയാം, സുബൈ ഇപ്പം താമസിക്കുന്നോണ്ടേ എല്ലാം താമസമാണ്. എന്തപ്പോൾ നമ്മളൊക്കെ ഇതിനൊക്കെ പറയാ? ഇങ്ങനെയൊക്കെയാണ് ദീനിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതെങ്കിൽ അപ്രസക്തമാവുകയല്ലേ ചെയ്യുക. നേരെ മറിച്ച് സുബൈക്ക് ഞാൻ അങ്ങോട്ട് ഇരുന്നങ്ങനെ അൽഹംദുലില്ലാ എന്നിട്ട് പറഞ്ഞോടുകൂടി, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ, ദൈവമേ നീ എത്ര മഹത്വമുള്ളവനാണെന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് ലയിച്ച് 2 മണിക്കൂർ അങ്ങോട്ട് ഇരുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. ആ ഒരു വാചകത്തിൽ മാത്രം ദൈവത്തിൻ്റെ മഹത്വത്തിൽ അങ്ങോട്ട് ഇല്ലാതെയായിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ബോധം വന്നില്ല. കാരണം എന്തൊരു സുഖമുണ്ട് കേൾക്കാൻ. ഇത് സാധാരണ ഞാൻ രാവിലെ സുബൈക്കാണ് ഇതൊക്കെ നിസ്കരിക്കുമ്പോഴാണ് ഇതൊക്കെ ഓർക്കുക എന്ന് പറയാൻ പൊട്ടം പാടുണ്ടോ? ഞാനത് ഇന്ന് ഇവിടെ വൈകുന്നേരം പറയുന്ന അയാൾക്ക് അറിയോ? ഇന്ന് സംഭവിച്ചതാ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ മക്കൾ. വലിയ പ്രായമുള്ള കുട്ടിയൊന്നുമല്ല കേട്ടോ, ഒരു 35 വയസ്സുള്ള ചെക്കനാണ്. അപ്പോൾ പിന്നെ ഓനിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതാ പറയണം, നിങ്ങളൊക്കെ ഈ ഇരിക്കുന്ന 60-70 വയസ്സിന് മേലുള്ളവരുടെ ബാപ്പമാർക്കുണ്ടായ തക്വയൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്കുള്ള തക്വൻ്റെ പകുതിൻ്റെ പകുതി നിങ്ങളെ മക്കൾക്ക് ഇപ്പം ഇല്ല. ഇനി ഓനൊരു 25, ഓൻ്റെ കുട്ടികൾ 25 കൊല്ലം കൂടി കഴിഞ്ഞ് ഉണ്ടാകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങളെ കൊച്ചുമക്കൾക്ക് എത്ര തക്വ ഉണ്ട്? ഇനി ആ കുട്ടിക്കാണ് 25 കൊല്ലം കൊണ്ട് അടുത്ത ഒന്നുമില്ലാത്ത കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നത്. നമ്മളൊക്കെ ഭയക്കേണ്ടതുണ്ട്. അപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത്, ദൈവത്തിനോടുള്ള പരിപൂർണത കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോടുള്ള കടമ ചെയ്യണം എന്നാ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമായി ഞാൻ എപ്പോഴും ഖുറാനിൽ നിന്ന് ഓതാറുള്ളൊരു വാചകം. ഇന്നല്ലദീന ആമൻ വല്ലദീന ഹാദു വന്നസാറ വസ്വാബീന മനാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹീൻ ഫലഹും അജ്റഹും മിൻ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. ഒരു പേടിയും പേടിക്കണ്ടെന്നാ, ഒരു ഖൗഫും വേണ്ട, അവർ ലജ്ജിച്ച് തല താഴ്ത്തുകയില്ല. ഫലഹും അജ്റഹും മിൻ റബ്ബിഹിം, റബ്ബിൽ നിന്ന് നിശ്ചയമായും അവർക്ക് പ്രതിഫലമുണ്ട്. എന്ത് ചെയ്താൽ? ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ വിശ്വാസം ആദ്യം തീർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മതങ്ങളും അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, കൊടുക്കേണ്ടത്, കൊടുക്കപ്പെടേണ്ടതും. അത് കഴിഞ്ഞാലോ വിശ്വസിച്ചവിടെ നിന്നാൽ പോരാ.
വഅമില സ്വാലിഹീൻ, സ്വാലിഹായിട്ടുള്ള അമലുകൾ പ്രവർത്തിക്കണം. സ്വീകരിക്കപ്പെടുന്ന അമലുകൾ, അതാ കള്ള് കുടിക്കാൻ വിറച്ചിക്കണവന് കള്ള് ഒഴിച്ചു കൊടുക്കണമൊക്കെ നല്ല കാര്യം ഏക്കാരം, പക്ഷെ അതൊന്നും സ്വീകരിക്കപ്പെടുന്ന അമലല്ല. അല്ലെങ്കിൽ ഒരു പുകയെടുക്കാൻ അങ്ങനെ വയ്യാതെ നിൽക്കണ ഒരാൾക്കൊരു പുകയൊക്കെ വെച്ച് കൊടുക്കാറിനാണ് നല്ല കാര്യമാണ്, പക്ഷെ നമ്മൾ സ്വീകരിക്കും. ദൈവത്തിലും മതത്തിലും ധർമ്മത്തിലും സ്വീകാര്യമായ നന്മ പ്രവർത്തനങ്ങളെയാണ് സ്വാലിഹായിട്ടുള്ള അമലുകൾ എന്ന് പറയും. സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് കബൂലാക്കപ്പെടുന്ന അമലുകൾ. അത്തരം അമലുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ഒരു നാടിന് വേണ്ടുന്ന ആംബുലൻസ്, ഇവിടെ സന്നദ്ധ സേന എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കണം. ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ 2 ഫോൺ നമ്പർ. ആരെപ്പോൾ വിളിക്കുക? എളാറ്റിലാണെങ്കിൽ അതിന് യാതൊരു ഇവരൊക്കെ ഏതെങ്കിലും ഒരു നമ്പർ വിളിച്ചിട്ട് മോനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ അങ്ങ് കുറച്ച് ഫോൺ നമ്പർ കയ്യിലൂടെ കിട്ടണില്ലേ? അത് ജാതി മത വ്യത്യാസമന്യേ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് യേശു പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനീനെ മാത്രം അയൽക്കാരനാണെങ്കിൽ സ്നേഹിച്ചാൽ മതി എന്ന് മൂപ്പര് ആഡ് ചെയ്തിട്ടില്ല. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ചുണ്ണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മുസ്ലിം ആണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. അയൽവാസി ആരുമായിക്കോട്ടെ. ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി റസൂലിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാനിത് എവിടുന്നാണ് വിതരണം ചെയ്ത് തുടങ്ങേണ്ടത്? അപ്പോൾ പറഞ്ഞു, നമ്മൾ അയൽക്കാരിൽ നിന്ന് തുടങ്ങണം. അല്ല, ഒന്നാമത്തെ അയൽക്കാർ അതൊരു യഹൂദ കുടുംബമല്ലേ, അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്? അതോ സത്യദീൻ വിശ്വസിച്ച് നിങ്ങളെ കൂടെ നിൽക്കുന്ന നമ്മളെ സഹാബികളൊക്കെ 3-4 വീട് അപ്പുറത്താണ്, അവിടുന്ന് തുടങ്ങണോ? എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി? അതൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയം തോന്നാമല്ലോ. നമ്മളെ ആളുകൾക്കല്ലേ ആദ്യം കൊടുക്കേണ്ടതെന്നുള്ളൊരു വിചാരം മുപ്പത്തിയാർക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി തിരിച്ചു. അതുകൊണ്ടാണ് എനിക്ക് റസൂലിനെ പഠിക്കുമ്പോൾ നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ ഇങ്ങനെ കുറേ സൂക്ഷ്മത പാലിച്ച ഒരു മഹാനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കണം. നമ്മുടെ വേദികളിൽ ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അയൽവാസി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വീട് മുതൽ തുടങ്ങണം. അതിൽ യഹൂദനെന്നോ ആരും ഇല്ലാന്നാ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്താണ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഇല്ലെങ്കിൽ മൂപ്പര് തിരുത്തു, നമ്മളിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഞാൻ വായിച്ച ഹദീസിലുണ്ട്, സഹീഹുൽ ബുഖാരിയിലും ഉണ്ട്, മിഷ്കാത്തിലൊക്കെ ഞാൻ കണ്ടുപോകും. ഇതൊരു കൃത്യമായ നിവേദനം, അതിൻ്റെ റിപ്പോർട്ട് ശരിയായ രീതിയിൽ വന്ന ഒരു നിവേദനം. അതോടുകൂടി അവിടുത്തെ സഹാബത്തിന് പിന്നെ സംശയം ഉണ്ടായിട്ടില്ല അയൽവാസി ആര് എന്നുള്ളത്. അയൽവാസി എങ്ങാനും പട്ടിണി കിടന്നാൽ നിങ്ങൾ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ നിങ്ങൾക്ക് മുസ്ലിമാന്ന് പറഞ്ഞാൽ അടക്കാൻ പറ്റൂല എന്നുള്ളതല്ലേ? നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആയി. നിങ്ങൾ സത്യം വിശ്വസിച്ചു, പക്ഷെ എന്തായില്ല? മുസ്ലിങ്ങളാവുന്നില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു വാചകം ഉണ്ടല്ലോ, സത്യവിശ്വാസികളെ നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെയായിട്ട് മരിക്കാൻ നിൽക്കരുത് എന്ന്. മരിച്ചോളി, പക്ഷെ അതിൻ്റെ മുമ്പ് എന്താവണം? ദീനൊന്ന് പൂർണ്ണമാക്കാനുണ്ട്. ദീൻ പൂർണ്ണമാകുന്നവരുടെ പേരാണ് മുസ്ലിം. സത്യം വിശ്വസിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ഉള്ളിലൊരു ഇന്നിപ്പോൾ ഈ കടയിൽ ബോണ്ട്, ആ കടയിൽ നിന്നാണ് ബോണ്ട മേടിച്ച്, ആ കടയിൽ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. കാരണം എന്താ, അത് ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ ഇപ്പോൾ. പക്ഷെ അത് അനുഭവം ആണോ അല്ലേ എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ പോയി ബോണ്ട തിന്നാൽ നല്ല ബോണ്ടയാണ്, കുറച്ച് മുളക് കൂടുതലുണ്ടെന്ന് തന്നെ ഉള്ളൂ എന്ന് പറയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് പോയി തിന്നിട്ട് അതാണ് അനുഭവത്തിലേക്ക് കൊണ്ടുവന്നവനാണ് മുസ്ലിം എന്നാണ് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. അല്ലാണ്ട് വിസ, പാസ്പോർട്ട് ഓക്കെ, NOC ഒക്കെ റെഡിയായി എന്ന് പറയുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആണെങ്കിൽ മൂപ്പര് പറഞ്ഞു തരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഓരോ മതക്കാരും ഈ നന്മ ചെയ്യുന്നതിൽ, നാട്ടുകാർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിൽ, സ്വാലിഹായിട്ടുള്ള അമൽ ചെയ്യുന്നതിൽ ഒന്ന് മത്സരിച്ചിരുന്നു എങ്കിൽ നമ്മുടെ ലോകം എത്ര സുന്ദരമായേനെ. അയൽവാസിയുടെ പട്ടിണി പറഞ്ഞാൽ മാമു ഉണ്ടെങ്കിൽ കുഴിമന്തിൻ്റെ മാമു മാത്രമല്ലല്ലോ പട്ടിണി കൊണ്ട്. പലതരത്തിലുള്ള പട്ടിണി ഉണ്ടാവും. ഡ്രസ്സില്ലാത്ത പട്ടിണി, ഒരു തുണയില്ലാത്ത പട്ടിണി, ഒരു ഇണയില്ലാത്ത പട്ടിണി, ഇതൊക്കെ തീർത്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു കുപ്പായം വാങ്ങിയാൽ, എനിക്കൊക്കെ കുപ്പായം വാങ്ങാനൊക്കെ മടിയാണ്. കാരണം എന്താ അറിയോ, ഞാൻ പത്തിക്കോ ആരെങ്കിലുമൊക്കെ തുണിയൊക്കെ തന്നാലല്ലാണ്ട് പോയി വാങ്ങാനൊരു മടിയാണ്. കാരണം വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരും, ഈ പൈസ കൊണ്ട് എൻ്റെ അയൽക്കാർക്ക് ആർക്കെങ്കിലും വല്ല ആവശ്യം ഉണ്ടെങ്കിലോ കരുതിയിട്ട് കയറി ഒരു പരിധി ആകുമ്പോൾ ആരെങ്കിലും ഒരു ചുവന്ന തുണിയോ കാവ്യ തുണിയൊക്കെ വാങ്ങിക്കൊണ്ട് തരും. അല്ലാതെ പൈസ കൊടുത്തിങ്ങോട്ട് വാങ്ങാനൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ ധർമ്മബോധം ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് അതേമാതിരി ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ആരെങ്കിലും ഉണ്ട്. ഇന്നത്തെ കാലത്തൊന്നും ഇല്ല, ഇഷ്ടംപോലെ റേഷനും പിന്നെ വെള്ളക്കാർഡും മഞ്ഞക്കാർഡും ഒക്കെ ഉണ്ട്.
അല്ലെങ്കിൽ ചുവന്ന കാർഡൊക്കെ ഉള്ളവർക്ക് ഇഷ്ടം പോലെ അരി കിട്ടുന്നുണ്ട്, എന്നാലും അതിക്കുള്ള കൂട്ടം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉള്ളിലുള്ളപ്പോഴേ നമ്മളൊക്കെ ദീനുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ധർമ്മപാതയിലാണ് എന്നൊക്കെ പറയാൻ പറ്റൂ, നമ്മളൊക്കെ ധർമ്മപക്ഷത്താണെന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച്, നമ്മളൊക്കെ ചിലർ ഞാനൊക്കെ ചിരിച്ചാലും ചിലർ തിരിച്ചു ചിരിക്കൂല. പക്ഷേ റസൂലുള്ളാഹി എന്താ പറഞ്ഞേക്കണത്? പുഞ്ചിരിക്കുന്നത് സദക്കയാണ്. ഒരു പുഞ്ചിരി കൊടുക്കാൻ നമുക്ക് എന്താ മുടക്കുള്ളത്? നമ്മളൊന്ന് പ്രസന്നമായി നമ്മുടെ മനസ്സ് സൂക്ഷിക്കണം, മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണം. ഇല്ല, എത്ര ചെയ്താലും അതൊരു സദക്കയാണ്, അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണെന്നാണ് പറഞ്ഞു, വലിയൊരു ധർമ്മപ്രവൃത്തിയാണെന്നാണ് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംഘടിക്കേണ്ടതും. ഇത്തരം സംഘടനകളൊക്കെ ഉണ്ട്. ഈ സംഘടന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സംഘടിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി സംഘടിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ നന്മയ്ക്ക് വേണ്ടി സംഘടിക്കാൻ ഇത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്നോട് അരമണിക്കൂറൊക്കെയാണ് പറഞ്ഞത്, ഏകദേശം അരമണിക്കൂർ അയക്കണു തങ്ങൾ വരുന്നവരെ. പഠിച്ചോനെ അതൊന്നും പറ്റൂല, അടുത്ത ആളെ വിളിച്ചോളി, 2-3 മിനിറ്റ് കൂടി പറയാം, അതേപോലെ ഒന്ന് ക്രോഡീകരിക്കണമല്ലോ. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതങ്ങളെ അപ്രസക്തമാക്കാൻ വേണ്ടി യുക്തിവാദികളും നിരീശ്വരവാദികളും ശാസ്ത്രവാദികളും സ്വതന്ത്രവാദികളുമായിട്ടുള്ള ആളുകളെ നിരത്തിയിട്ടുണ്ട് നമ്മുടെയൊക്കെ എതിരെ. അതിപ്പോൾ ഇസ്ലാമിനെതിരെ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും എതിരെ. ഈ മതത്തിൻ്റെ തങ്ങട് നിർത്തണം. അതായത് നാളെ ഒരു കുട്ടീനെ ഉപദേശിക്കാൻ ചെന്നാൽ പള്ളിയിലച്ഛനും വലിയ റോൾ ഉണ്ടാകരുത്, മോലിയാർക്കും വലിയ റോൾ ഉണ്ടാകരുത്, സ്വാമിക്കും വലിയ നിങ്ങളെ പണിയെടുത്താട് നിന്നോളി, ഞങ്ങളെ ഇഷ്ടം പോലെ പോകുമെന്ന് പറയുന്ന രീതിയിലേക്ക്. പണ്ടൊക്കെ മതപുരോഹിതന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അത് ഏത് മതത്തിൽ നമുക്കൊക്കെ അറിയാലോ. ഒരു നാട്ടിലൊരു തിരുമേനി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തിരുമേനി പറഞ്ഞാൽ അവിടുത്തെ എല്ലാവർക്കും സ്വീകാര്യമാണ്. ഞങ്ങളൊക്കെ നാട്ടിലെ പള്ളിയിലെ ഇമാമ് പറഞ്ഞാൽ അവിടുത്തെ പള്ളിക്കലെ മൂലിയാർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മയൊക്കെ ചോദിക്കണ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ പള്ളിക്കലെ മൂലിയാർ എന്താ അഭിപ്രായം പറഞ്ഞ്, അപ്പോൾ ആ അഭിപ്രായം പറഞ്ഞാൽ എന്നാൽ പിന്നെ അതുപോലെ അവിടെ കേൾക്കില്ലേ നമുക്ക് എന്ന് ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പള്ളിക്കലെ മൂലിയാരെ മഹലിൽ പെട്ടതാണ് ഞങ്ങളൊക്കെ. പക്ഷെ ആ നാട്ടിലെ മഹലിലെ ജമാഅത്തിൻ്റെ മുദ്രിസ് അങ്ങനെയൊക്കെയല്ലേ പറയുന്നുണ്ട്, മൂപ്പര് നിങ്ങൾ ഇവിടുത്തെ മുദ്രിസ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിന് വാലിഡ് ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അത് ഹിന്ദു ക്രിസ്ത്യനൊന്നും വ്യത്യാസമല്ല. മൂപ്പര് അങ്ങനെ പള്ളിയിൽ അച്ഛൻ ചിലതൊക്കെ പറഞ്ഞാൽ ഇതിവിടെ നടക്കൂല, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യരുത് മക്കളെന്ന് ഏത് മതത്തിലെ മക്കളോട് പറഞ്ഞാലും അത് കേൾക്കുമായിരുന്നു. ഇന്നാണെങ്കിലോ അച്ഛനച്ഛൻ്റെ പണിക്ക് പോകുന്ന പറയുന്നത് മറ്റു മതത്തിലുള്ളവരല്ല, അതേ മതത്തിലുള്ളവരാ. ഇതിപ്പോൾ ഉസ്താദിൻ്റെ പണി എടുത്താൽ മതി പറയണതും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതേ മതത്തിലെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അത് അവരുടെ പ്രവർത്തനം നന്നായി നടക്കുന്നുകൊണ്ടാണ്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ദൈവം എന്താണെന്നും ദൈവത്തിൻ്റെ ഏകത്വം എന്താണെന്നും ദൈവത്തിനെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഈ അദബ് എങ്ങനെയാണെന്നും തഖ്വ എന്താണെന്നൊക്കെ നല്ലോണം അതിൻ്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ട് ആ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമുക്ക്. അപ്പോൾ കുട്ടികൾക്ക് തോന്നുന്നത് ഒരു തഖ്വ പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെന്താണ്, പരമതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇനി നമ്മൾ നടത്തരുത്. ഒരു മതത്തിനും ഇല്ലാതെയാക്കി മറ്റൊരു മതത്തിന് മാത്രം പൂർണ്ണമാകും എന്നത് ഇന്നത്തെ കാലത്ത് നടക്കൂല. അങ്ങനെയാണ് ഇന്നത്തെ സംവിധാനം. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം അതിനുള്ള മറുപടി വരും. അത് ഏത് മാധ്യമത്തിലൂടെ വരണം വെച്ചാൽ അതേ മാധ്യമത്തിലൂടെ തന്നെ മറുപടി. മൈക്ക് കെട്ടി പറഞ്ഞാൽ പിറ്റേ ദിവസം അതിന് മറുപടി ഉണ്ടാവും. സോഷ്യൽ മീഡിയയിലൂടെ FBയിൽ പറഞ്ഞാൽ FB തന്നെ മറുപടി ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. വാട്സപ്പിൽ പറഞ്ഞാൽ വാട്സപ്പിലുണ്ടാവും. പിന്നെ ഇപ്പം എന്തിനാ നമ്മൾ ഈ ഉരുളയ്ക്ക് ഉപ്പേര് കൊടുത്ത് ഇങ്ങൾക്കും അങ്ങനല്ലേ ഇങ്ങൾക്കും അങ്ങനല്ലേ എന്ന് പറഞ്ഞ്, കാരണം രണ്ട് മതത്തിൻ്റെയും കുറവുകളെ പഠിച്ചു വച്ചിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് അതിലല്ല നമ്മളിനി മുന്നേറേണ്ടത്. മൂന്നാമത്തത് നമ്മുടെ ഇടയിലെ എന്താണ് വിഭാഗീയത. ആ വിഭാഗീയത എത്രത്തോളം കുറയ്ക്കാൻ പറ്റും. നല്ലതാണ് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായം സമൂഹത്തിന് ഹൈറാണെന്നൊരു ഹദീസുണ്ട്. ഹദീസിന് സമാനമായ ഇല്ലേ, ഞാൻ പറയല്ലേ, അതൊക്കെ ഞാൻ മൂപ്പരോടും കൂടി സമ്മതം ചോദിച്ചിട്ടാണ് പറയുന്നത്. പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായം പോലും നല്ലതാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അന്നത്തെ ഇമാമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വരാനുണ്ടായ കാരണം എന്താണെന്ന് ഞാൻ പഠിച്ച സമയത്ത് 4 മദ്ഹബുകൾ വന്നു ഇസ്ലാമിൽ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഉസ്താദ് മക്കളൊക്കെ തന്നെയാണ് അതിലുണ്ടായിരുന്നത്. ഉസ്താദിൻ്റെ ശിഷ്യന്മാരൊക്കെ തന്നെയാണ് 2ഉം 3ഉം ഒക്കെ ആയി പോയത്. പക്ഷെ ഇത് 3ഉം ഈ തർക്കങ്ങൾ മൂത്തപ്പോഴും അവർ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ നന്മ ഒന്നും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഇരിക്കുന്ന ആരും ഹനഫി മദ്ഹബരാണ് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവിടെ ഹനഫിക്കാരില്ല. പക്ഷെ നിങ്ങൾക്ക്
ഹജ്ജ് കൃത്യമായി പൂർണ്ണമാക്കണമെങ്കിൽ ഹനഫി മദ്ഹബ് സ്വീകരിച്ച് അത് നിയത്ത് വെച്ചെങ്കിലും നിങ്ങൾക്ക് അന്ന് അവിടെ പറ്റുള്ളൂ. അത് ഷാഫി മദ്ഹബിൽ അത് പറ്റൂല. കാരണം ഹനഫിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടാലോ അന്യപുരുഷനെ തൊട്ടാലോ അന്യ സ്ത്രീ തൊട്ടാലോ അതിലൊന്നും അത്ര വലിയ കുഴപ്പങ്ങൾ അവർ കാണുന്നില്ല. അതാണ് അവരുടെ കർമ്മശാസ്ത്രം. അതുള്ളത് കൊണ്ട് നമ്മളെ പിന്നെ ഹജ്ജ് ശരി കറക്റ്റായിട്ട് വരും. ആള് കൂടുമ്പോഴൊക്കെ നോക്കാൻ പറ്റുമോ? നേരെ മറിച്ച് ഷാഫിക്കാർ മാത്രമല്ലേന്ന് വെച്ചാൽ ആരെ പിന്നെ കർമ്മശാസ്ത്രം അവിടെ ഹജ്ജ് എങ്ങനെ പൂർണ്ണമാകുക? അല്ലെങ്കിൽ ഹജ്ജ് ഒരു തൃപ്തിയായി കിട്ടൂല. അപ്പം അവരുടെ വ്യത്യാസം പോലും സമൂഹത്തിനും കൗമിനും ഗുണകരമായി മാറി. അതുകൊണ്ട് നമ്മുടെ ഇടയിലെ വിഭാഗ്യതകൾ, ഇത് ഏത് സുന്നിയാകട്ടെ ഏത് മുജാഹിദ് ആകട്ടെ, അങ്ങോട്ട് തിരിയുന്ന കുർബാനയാകട്ടെ ഇങ്ങോട്ട് തിരിയുന്ന കുർബാനയാകട്ടെ, കത്തോലിക്കാകട്ടെ പിന്നെ യാക്കോബയാകട്ടെ ഓർത്തഡോക്സ് ആയിട്ട്, നിങ്ങൾ അടി കൂടിക്കോളി. പക്ഷേ അതൊക്കെ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലാവട്ടെ. അല്ലാണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ തിരിച്ചാക്കുന്ന രീതിയിലൊക്കെ ഒന്നും നമുക്ക് പറ്റില്ല ചിലപ്പോൾ. ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് തിരിച്ചു ചിന്തിക്കുകയും ഇത്തരം വേദികൾ എല്ലാവരെയും കൂട്ടിയിരുത്തി, എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആംബുലൻസായിട്ട് ഇനിയിപ്പോൾ ഒരുപാട് അവരുടെ സപ്ലിമെൻ്റ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അതിലൊക്കെ ഒരുപാട് പദ്ധതികൾ, കൗൺസിലിംഗ് ആയിട്ട്, കുട്ടികളുടെ പഠനങ്ങളായിട്ട്, സ്ത്രീകൾക്കുള്ള കൗൺസിലിങ്ങും ശാക്തീകരണവുമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്നിട്ട് വായിച്ചു നോക്കി. ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞു. ഇതൊക്കെ പൂവണിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെയാണ് ദൈവം നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നന്മകൾ. അത്തരം നന്മകളെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അത്തരം നന്മകളെയാണ് സ്വാലിഹായിട്ടുള്ള അമലുകൾ എന്ന് പറയും. അപ്പോൾ നമുക്കൊക്കെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാനിപ്പോൾ എന്നതിൻ്റെ അവസാനം ദ്വയർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉസ്താദ് ഇവിടെ ദ്വയർക്കും. ആ സമയത്ത് അദ്ദേഹവും പറയും ഖുറാനിൽ നിന്നൊരു വാചകം. എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. ഇത് പൊതുവെ എല്ലാത്തിലും ദ്വയർന്ന് കേട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവമേ, ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കണേ. ഇതാര് പ്രാർത്ഥിച്ചതാ? ഏതാണ് സന്ദർഭം? ഇബ്രാഹിം നബിയും കൂട്ടരും അദ്ദേഹത്തിൻ്റെ മക്കളും അനുചരന്മാരുമെല്ലാം കഅബ ദേവാലയം ഇങ്ങനെ ചെതറിക്കിടക്കുക. കുറേ കല്ല് അവിടെ കുറവില്ല, ഒരു ദേവാലയത്തിൻ്റെ കെട്ടും മട്ടൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് അതൊന്ന് വൃത്തിയാക്കി മക്കളോട് പറഞ്ഞിരുന്നു, ഉള്ള കല്ല് നമുക്കത് കയറ്റി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കഅബ ദേവാലയത്തിനൊരു ഷെയ്പ്പ് നൽകി ചെതറിയ കല്ലുകൾ ഒന്നിൻ്റെ മേൽ ഒന്ന് കയറ്റി വെച്ച് അത് ദൈവത്തെ സ്മരിക്കുന്ന ഒരിടമാക്കി മാറ്റി അതിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇത് ഞങ്ങൾ നല്ല പ്രവൃത്തിയായി ചെയ്യും, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുള്ളൂ, ചെറിയ 4 കല്ലെടുത്ത് വെക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുള്ളൂ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു ആംബുലൻസ്, ഒരു ഓഫീസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ലോകത്തിലെ എല്ലാ പട്ടിണിയൊന്നും മാറ്റാൻ ഏലാറ്റിലക്കാർ വിചാരിച്ചാലൊന്നും നടക്കൂല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ 4 കാര്യങ്ങൾ ചെയ്ത് അതിൽ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി. ദൈവമേ, ഇത് ഞങ്ങൾ നിന്നൊരു നല്ല പ്രവൃത്തിയായി സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു മുന്നേറട്ടെ, ഒന്നിച്ച് നമുക്ക് സഹവീര്യം ഉണ്ടാകട്ടെ എന്ന ഉപനിഷത്ത് മന്ത്രം കൂടി ചൊല്ലി ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ശാന്തി ശാന്തി ശാന്തി. മാ വിദ്വിഷാവഹൈ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ വിദ്വേഷം പാടില്ല എന്ന്. സഹനോ അവതു നമുക്ക് ഒന്നിച്ചു നേടാം, സഹനോ ഭുനക്തു നമുക്ക് ഒന്നിച്ച് ഭക്ഷിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും നമുക്ക് ഒന്നിച്ച് സ്വീകരിക്കാം. സഹനോ ഭുനക്തു സഹവീര്യം കരവാഹി നമുക്ക് ഒന്നിച്ച് വീര്യം നേടാം. തേജസ്വിനാവതീതമസ്തു ഈശ്വരൻ്റെ ആ മഹാ തേജസ്സിനെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ മഹാപൊരുത്തത്തെ നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം. തേജസ്വിനാവതീതമസ്തു അത് നമുക്ക് അടിസ്ഥാനമായി തരട്ടെ. ദൈവം ആ നന്മ, ആ തേജസ്, ആ മുഖപ്രസാദം നമുക്ക് തരട്ടെ. മാ വിദ്വിഷാവഹൈ നമ്മൾ തമ്മിൽ ഒരു കാലത്തും വിദ്വേഷത്തിൽ പോകാതിരിക്കട്ടെ എന്ന മന്ത്രമാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത്. ദൈവത്തിൽ നിന്ന് നല്ല പ്രവൃത്തിയാകണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.